الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അടിസ്ഥാനപരമായ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള വിശ്വാസം അത് ഇടയ്ക്കിടയ്ക്ക് പുതുക്കിക്കൊണ്ടിരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹാബാക്കളെ അടിയുറച്ച് വിശ്വസിച്ച സ്വഹാബത്തിനെ അടിക്കടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കാറുണ്ടായിരുന്ന കാര്യമാണത്. അതിൻ്റെ പുതുക്കലാണ് യഥാർത്ഥത്തിൽ ബലിപെരുന്നാളിലൂടെയൊക്കെ നടക്കുന്നത്. നമ്മുടെ ആദർശ പിതാവിനെ അനുസ്മരിക്കുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹിയോട്, ഖുൽ, നീ പറയുക, സദഖല്ലാഹ്, അള്ളാഹ് പറഞ്ഞത് വളരെ വാസ്തവമാണ്, അതിനേക്കാൾ അപ്പുറം വേറെ സത്യമൊന്നുമില്ല. എന്താണത്? ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ആകയാൽ നിങ്ങൾ ശുദ്ധ മനസ്കനായ വക്രതയില്ലാത്ത ഇബ്രാഹിമിന്റെ മാർഗം തേടിക്കോളി, ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും അതിനെ പിൻപറ്റുകയും. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം അലൈഹിസ്സലാം ശിർക്കിന്റെ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടതല്ല. മനസ്സിന്റെ ശുദ്ധത, അതിന്റെ ഒന്നാമത്തെ ഘടകം അശേഷം ശിർക്കില്ല എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്. അതുകൊണ്ട് നിങ്ങളും ആ മാർഗം തേടുകയും എന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മളോട് പറയാം. ഇനി എനിക്ക് അത് വേണ്ട എന്നാരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്നുകൂടി ഖുർആൻ പറയും. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സഹു, സ്വയം വിഡ്ഢിയായവനല്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുകയില്ല. ഒരല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ, സത്യത്തോട് വല്ല കൂറുമുണ്ടെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാതയിലാണ് ആ വ്യക്തി ഉണ്ടാവുക എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞു തരികയാണ്. മനുഷ്യനാണോ, മനുഷ്യർക്കെല്ലാം എന്തിനോടെങ്കിലും ഒരു ആഭിമുഖ്യമുണ്ടാകും. നമ്മുടെ ആഭിമുഖ്യം എല്ലാ അർത്ഥത്തിലും പരിപൂർണമായി അള്ളാഹുവിങ്കലേക്കാകണം. അള്ളാഹുവിലുള്ള തവക്കുലും, അള്ളാഹു എനിക്ക് നഷ്ടപ്പെട്ടാൽ മറ്റെല്ലാം നഷ്ടപ്പെട്ടു എന്ന ചിന്തയും, അള്ളാഹുവിനെ എനിക്ക് ലഭിച്ചാൽ എനിക്ക് എല്ലാം ലഭിച്ചു, ഒന്നും നഷ്ടപ്പെട്ടില്ല
എന്ന ചിന്തയുമെല്ലാം നമ്മെ ആഴത്തിൽ സ്വാധീനിക്കണം. അതിനാണ് ബലിപെരുന്നാൾ സമാഗതമാകുന്നത്. അതിനാണ് ബലികർമ്മം നിർവഹിക്കപ്പെടുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ ഷിആറുകൾ നിലനിർത്തുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനത്തിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ മാതൃകയാക്കാനാണ്. അതിനേക്കാൾ നല്ല ആശയം വേറെ ഏതുണ്ട് എന്നുള്ള ചോദിക്കുക. വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. സ്വന്തത്തെ അതിന്റെ ആഭിമുഖ്യം, സ്വന്തത്തിന്റെ ആഭിമുഖ്യവും സമർപ്പണവും അള്ളാഹുവിന് അർപ്പിച്ചവനേക്കാൾ നല്ല മതക്കാരൻ ആരുണ്ട്? വഹുവ മുഹ്സിൻ. അവന് സുഹൃതങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥയുണ്ട്. അവന്റെ ചിന്തയിലും പ്രവർത്തനത്തിലും വർത്തമാനത്തിലുമെല്ലാം നന്മയാണ്. എന്നിട്ട് വത്തബാ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, വക്രതയില്ലാത്ത ഇബ്രാഹിമിന്റെ മാർഗം ഇതിലൂടെ അവലംബിക്കുകയും ചെയ്ത വ്യക്തിയേക്കാൾ നല്ല മതക്കാരൻ ആരുണ്ട്? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അള്ളാഹു ഇബ്രാഹിമിനെ ഉറ്റമിത്രുവായി സ്വീകരിച്ചുവല്ലോ എന്ന് അല്ലാഹു തആല പറയുന്നു. അതുകൊണ്ട് ഹജ്ജിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമ്മൾ മാതൃകയാക്കുകയാണ്. എന്തിനേറെ നമ്മുടെ നമസ്കാരം അതിനെ ചിട്ടപ്പെടുത്തിയതും രൂപപ്പെടുത്തിയതും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ മില്ലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം നമസ്കാരത്തിൽ കൈകെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി പറയുന്നത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് എന്ന പ്രാരംഭ പ്രാർത്ഥനയാണല്ലോ. ഇതെവിടെ നിന്ന് കിട്ടി? വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം 79-ാമത്തെ സൂക്തത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനമാണത്. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാനിതാ എന്റെ മുഖത്തെ, എന്റെ ആഭിമുഖ്യത്തെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അവനാണ് ആകാശങ്ങൾ പടച്ചത്, അവനാണ് ഭൂമി ഉണ്ടാക്കിയത്. എനിക്ക് യാതൊരു വക്രതയുമില്ല, ഒരു വളച്ചുകെട്ടുമില്ല. ഞാൻ അള്ളാഹുവിന്റെ മുവഹ്ഹിദ, ഞാൻ മുശ്രിക്കല്ല, ഞാൻ ശിർക്ക് ചെയ്യുന്നവനല്ല. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്കിന്റെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത്, അതനുസരിച്ച് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ട നമ്മൾ അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കണം, ആർജവത്തോടുകൂടി പ്രഖ്യാപിക്കണം, പ്രതാപത്തോടുകൂടി പ്രഖ്യാപിക്കണം. ഈ പ്രഖ്യാപനം ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല, ഞാൻ മുവഹ്ഹിദാണ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവാണ്. എന്നിട്ട് തുടർന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആനിൽ. ഖുൽ ഇന്നനി ഹദാനി റബ്ബി. മറ്റൊരു സൂക്തത്തിൽ അല്ലാഹു പറയുകയാണ്, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. നീ പ്രഖ്യാപിക്കുക, എന്നെ അല്ലാഹു തആല നേരായ പാതയിലേക്ക് നയിച്ചിരിക്കുന്നു. അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം, നമ്മൾ നേരായ പാതയിലാണ്. ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖിയമൻ. അതേ, വക്രതയില്ലാത്ത ഒരാദർശത്തിലേക്ക് അല്ലാഹു തആല നമ്മെ നയിച്ചിരിക്കുന്നു. ഏതാണ് ആ ആദർശം? മില്ലത്ത ഇബ്രാഹിം ഹനീഫ. വക്രതയില്ലാത്ത ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗമാണത്. വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ശിർക്കിന്റെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. എത്രയോ തവണ ആവർത്തിച്ച് ഈ ശിർക്കിനെതിരെ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പോരാട്ടത്തെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തുടർന്ന് പറയുന്നു, ഖുൽ ഇന്ന സ്വലാത്തി. നീ പറയണേ, എന്റെ എല്ലാ പ്രാർത്ഥനകളും, എന്റെ എല്ലാ നമസ്കാരവും, വനുസുക്കി എന്റെ ബലിയറവുകളും, വമഹയായ എന്റെ ജീവിതവും, വമമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. വബിദാലിക ഉമിർതു, അങ്ങനെയാകണമെന്നാണ് എന്നോടുള്ള കൽപ്പന. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിംകളിൽ ഒന്നാമനാണ്. ഇത് ആർജവത്തോടു കൂടി പ്രഖ്യാപിക്കാനാണ് നമുക്ക് അല്ലാഹു തആല ഈ ജീവിതം തന്നത്. എന്ത്? ഞാൻ മുശ്രിക്കല്ല, ഞാൻ ശിർക്കിനെതിരാണ്, മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല, ഞാൻ മുവഹ്ഹിദാണ് എന്ന് തുറന്നു പറയാൻ, അത് പ്രഖ്യാപിക്കാൻ, അതുകൊണ്ട് അഭിമാനം കൊള്ളാൻ,
അതുവഴി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിലാകാൻ അതിനു വേണ്ടിയാ നമ്മൾ നമസ്കരിക്കുന്നത്, അതിനു വേണ്ടിയാ ഹജ്ജ് ചെയ്യുന്നത്. ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അത് തന്നെയല്ലേ ഉള്ളത്. ഇനി ഈ നമസ്കാരം തുടങ്ങിയത് ഇങ്ങനെയാണെങ്കിൽ നമസ്കാരം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? അത്തഹിയ്യാത്തിന് ശേഷം നമ്മൾ എന്താ പറയുന്നത്? ഖുതുബയുടെ മുമ്പ് എന്താണ് കേൾക്കുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ, നീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അവിടുത്തെ കുടുംബത്തിനും ഒരു കരുണ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ ഈ ഉമ്മത്തിനും കരുണ ചെയ്യണേ. മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ ആലിനും ഖിയാമത്ത് നാൾ വരെ വരുന്ന റസൂലുള്ളാഹിയോട് ഇത്തിബാഅ് ചെയ്ത മുഅ്മിനീങ്ങൾ അവരെല്ലാവരും ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടവരാണെന്ന് മുഹദ്ദിസുകൾ വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ അനുധാവനം ചെയ്യാൻ നമ്മോട് അല്ലാഹു തആല ആഹ്വാനം ചെയ്തപ്പോ ആ ഇബ്രാഹിമിന്റെ പ്രഖ്യാപനത്തിലൂടെ നമസ്കാരം തുടങ്ങുകയും അതുപോലെ ആയി കിട്ടാൻ, ആ കാരുണ്യം കിട്ടാൻ അള്ളാഹുവിനോട് നമസ്കാരത്തിന്റെ അവസാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജ് അതോടനുബന്ധിച്ച് നമ്മൾ കഅബ കാണുമ്പോ ഇബ്രാഹിമിനെ ഓർമ്മ വരികയാണ്. അവിടെ ഇബ്രാഹിം മഖാമ് കാണുമ്പോ, അവിടെ സംസം കാണുമ്പോ ഇബ്രാഹിമിന്റെ കുടുംബത്തെ ഓർമ്മ വരികയാണ്. സഅയ് കാണുമ്പോ, മിന കാണുമ്പോ, അതുപോലെ ജംറ കാണുമ്പോ, ഹജ്ജിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആ മുവഹ്ഹിദിന്റെ കുടുംബം നമുക്ക് ഓർമ്മ വരികയാണ്. ആദർശ പിതാവിനെ ഓർമ്മ വരികയാണ്. അതിനാണ് യഥാർത്ഥത്തിലെ ഹജ്ജും നമ്മുടെ നമസ്കാരവുമെല്ലാം. അല്ലാഹ് പറയുന്നു, വലികുല്ലിൻ വിജ്ഹ, ഓരോ മനുഷ്യനും ഓരോ ആഭിമുഖ്യമുണ്ട്. പണത്തോട് ആഭിമുഖ്യമുള്ളവരുണ്ട്, ഖിബിലയായി പലതും തെരഞ്ഞെടുത്തവരുണ്ട്, പ്രാർത്ഥിക്കാൻ പല മേഖലകളും കണ്ടെത്തിയവരുണ്ട്. എല്ലാവർക്കും മേഖലകളുണ്ട്. ഹുവ മുവല്ലിഹ, അതിനെ അവരൊരു മാർഗമായി ഒരു ദിശയായി തെരഞ്ഞെടുക്കാറുമുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്തബിഖുൽ ഖൈറാത്ത്, ഫസ്തബിഖുൽ ഖൈറാത്ത്, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുകയാണ് നിങ്ങൾ വേണ്ടത്. ആദർശ പിതാവിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് തൗഹീദിൽ ഉറച്ചു നിന്ന് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുകയാണ് വേണ്ടത്. അതിനാണ് അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചത്. എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മളൊക്കെ ഏതാണ്ട് തൗഹീദ് മനസ്സിലാക്കിയവരാണ്. ഇനിങ്ങനെ ഒരൊഴുക്കം മട്ടിലങ്ങ് ജീവിച്ചാൽ മതിയോ? പോരാ. നമ്മുടെ ഈമാനിന് കട്ടി കൂട്ടണം. ഈമാൻ പുതുക്കാൻ പറയുന്നത് എന്തിനാ? അത് ശക്തി പ്രാപിക്കണം. നമ്മുടെ തൗഹീദ് ശക്തി പ്രാപിക്കണം. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചത് അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ട് എനിക്ക് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന ആ ബോധം നമ്മെ വല്ലാതെ സ്വാധീനിക്കണം. ആരാണ് അള്ളാഹു? എന്തെല്ലാം ചെയ്തവനാണ് അള്ളാഹു? എന്തെല്ലാം ഉണ്ടാക്കി വെച്ചവനാണ് അള്ളാഹു? പ്രഗത്ഭരായ അംബിയ മുർസലീങ്ങളുടെ കാലഘട്ടങ്ങളിൽ നടന്ന അള്ളാഹു ചെയ്ത അത്ഭുതങ്ങളെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞു തരുന്നത് എന്തിനാ? ആ അള്ളാഹു തന്നെയാണ് ഇന്നുമുള്ളത്. ആ അള്ളാഹു തന്നെയാണ് ഇന്നുമുള്ളത്. അവര് വിശ്വസിച്ച, ആ അമ്പിയാക്കള് വിശ്വസിച്ച അതേ തൗഹീദ് തന്നെയാണ് ഇന്ന് മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നത്. അത് കുറച്ചുകൂടി കട്ടി കൂടിയാൽ നിത്യജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും അള്ളാഹു ഇടപെടുന്ന ഒരവസ്ഥയുണ്ടാകും. നമ്മൾ തളർന്നു പോയാൽ, നമ്മൾ ക്ഷീണിച്ചു പോയാൽ, നമ്മുടെ ഈമാൻ ക്ഷയിച്ചു പോയാൽ ഒരിക്കലും നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുകയില്ല. അതുണ്ടാകരുത്. അതിനു വേണ്ടിയായി ഈമാൻ പുതുക്കാൻ പറയുന്നത്. നമുക്ക് ഈ തൗഹീദ് അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിന്തുടർന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഈ ജീവിതാന്ത്യം മരണത്തോടു കൂടിയല്ല, മരണത്തോടു കൂടി നല്ലൊരു ജീവിതം തുടങ്ങുകയാണ്. നല്ലൊരു ജീവിതം നമുക്ക് തുടങ്ങണം. നമുക്ക് മുന്നിൽ നരകമുണ്ട്, അതുപോലെ സ്വർഗമുണ്ട്. നാളെ മഹ്ശറയിലെത്തിയാൽ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് ആ നരകത്തിനെയൊക്കെ കൊണ്ടുവരുന്നൊരവസ്ഥ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ഓർഡർ കൊടുക്കുന്ന നരകം കൊണ്ടുവാ എന്ന് പറയുന്ന ആ രംഗമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹ് പറയാ വിശുദ്ധ ഖുർആൻ സൂറ ഫുർഖാനിൽ
ഇദാ റഅത്തുഹും മിൻ മകാനിൻ ബഈദ്. അങ്ങനെ നരകം ഇങ്ങ് കൊണ്ടുവരുമ്പോ ദൂരെ നിന്ന് നരകം അതിന്റെ ആളുകളെ കാണും. അതിൽ കത്തിയെരിയാനുള്ള ആളുകളെ നരകം കാണും. അപ്പൊ നരകത്തിന് കണ്ണുണ്ട് എന്ന് ഖുർആൻ. നരകം കാണുമെന്നാണ് പറഞ്ഞത്, കണ്ണില്ലാതെ കാണോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബാക്കളോട് പറഞ്ഞത് താബിഈങ്ങളുടെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അവര് പറയാണ്, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്റെ മേൽ മനഃപൂർവ്വം ഒരു കളവ് പറയുകയാണെങ്കിൽ നരകത്തിന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ അവന്റെ പാർപ്പിടം അവൻ പ്രതീക്ഷിക്കട്ടെ എന്ന് അവര് ചോദിച്ചു പോലും, സഹാബത്ത് ചോദിച്ചു പോലും, അല്ല റസൂലെ, നരകത്തിന് കണ്ണുണ്ടോ എന്ന്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ഓതിയില്ലേ? അള്ളാഹ് പറഞ്ഞില്ലേ, ഇദാ റഅത്തുഹും മിൻ മകാനിൻ ബഈദ്, ദൂരെ നിന്ന് നരകം അവരെ കണ്ടാൽ എന്നല്ല പറഞ്ഞില്ലേ? കണ്ണില്ലാതെ കാണുമോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത് പോലും. അങ്ങനെ നരകം അങ്ങ് കാണുമ്പോ സമിഉ ലഹാ തഗയ്യുളൻ, ആ നരകത്തിന് അവര് ഒരു തിളക്കുന്ന ശബ്ദം കേൾക്കുന്നതാണ്. അതുപോലെ വസഫീറ, ഇരമ്പുന്ന ഗർജനവും അവർക്ക് കേൾക്കാവുന്നതാണ്. അഥവാ നരകവാസികളെ, അതിലെരിയാനുള്ള ആളുകളെ കാണുന്ന സമയത്ത് നരകം പ്രക്ഷുബ്ധമാകുന്നു, അതിന് ദേഷ്യം പിടിക്കുന്നു. ഗളബ് എന്ന് പറയാറുണ്ട് വെറുപ്പിന്, പക്ഷേ വൈള് എന്ന് പറഞ്ഞാൽ ആ വെറുപ്പിനേക്കാൾ കൂടുതൽ കടുപ്പമുള്ള ഒരവസ്ഥക്കാണ് പറയുന്നത്. അങ്ങനെ വെറുപ്പ് പിടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തിനാണ് തഗയ്യുള് എന്ന് പറയുന്നത്. അതിന് പുറമെ, ആ സ്വാഭാവിക ശബ്ദത്തിന് പുറമെ ഇടയ്ക്കിടെ അതിഗംഭീരമായ സഫീർ, ഗർജനം ആ നരകത്തിനുണ്ടാകും. ഒന്നാമത്തെ ഗർജനം ഉണ്ടാകുന്ന സമയത്ത് ആളുകളുടെ മനസ്സ് മേലോട്ട് പാറുന്നത് പോലെ തോന്നും. രണ്ടാമത്തെ ഗർജനം ഉണ്ടാകുമ്പോ അമ്പിയാക്കളും മലക്കുകളും വരെ അള്ളാഹുവിന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കും. മൂന്നാമത്തെ ഗർജനം ഉണ്ടാകുമ്പോ ഹൃദയം തൊണ്ടക്കുഴിയിലേക്ക് എത്തി നിൽക്കുന്നത് പോലെ തോന്നും. ആ സമയത്ത് അമ്പിയാക്കൾ അള്ളാഹിനോട് പറയും, നഫ്സി നഫ്സി നഫ്സി, എന്നെ കാത്തോളണേ, എന്നെ കാത്തോളണേ എന്ന് പറയുന്ന രംഗമുണ്ടെന്ന് റസൂലുള്ളാഹി നമ്മോട് പറഞ്ഞു തരികയാണ്. അപ്പോഴാണ് നമ്മുടെ ഹബീബ് പറയുന്നത്, ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ അവസ്ഥ കൂടി രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാഹുവിനോട് പറയുന്ന അതിഭീകരമായ ഒരു രംഗത്തേക്ക് നടന്നു നീങ്ങുന്നവരാണ് നമ്മൾ. അതിനു വേണ്ടിയാ തൗഹീദ് കൊണ്ട് നടക്കുന്നത്. ആ സമയത്ത് രക്ഷപ്പെടാനാണ് തൗഹീദ് കൊണ്ട് നടക്കുന്നത്. ആ സമയത്ത് രക്ഷപ്പെടാനാണ് ശിർക്ക് അശേഷം ജീവിതത്തിൽ ഉണ്ടാകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തൗഹീദിന് വേണ്ടി നിലകൊണ്ട, ശിർക്കിനെതിരെ അഹോരാത്രം പോരാടി പരിശ്രമിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ പാത മുറുകെ പിടിച്ചുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലായിട്ട് തന്നെ നമ്മൾ ജീവിക്കണം. അതാ സിറാത്തുൽ മുസ്തഖീം, കറകളഞ്ഞ തൗഹീദ്. ആ കറകളഞ്ഞ തൗഹീദ് നമ്മൾ പ്രകടമാക്കേണ്ടത് യഥാർത്ഥ സുന്നത്തിലൂടെയാണ്, കർമ്മങ്ങളിലൂടെയാണ്. ഇന്ന് ദീനിൽ പലതും കടത്തിക്കൂട്ടിയിട്ട് ആളുകൾ കൊണ്ടു നടക്കുമ്പോ അത് പാടില്ലെന്ന് അവരോട് പറയുമ്പോൾ നല്ലതല്ലേ എന്നവർ പറയാറുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. എന്താണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിത്തറ? സുന്നത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നാം സാധാരണ കേൾക്കുന്ന ഒരു ശബ്ദമാണ് ഇബാദത്ത് എന്ന ശബ്ദം. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു ശബ്ദമാണ് ആദത്ത് എന്ന ശബ്ദം. ആദത്ത് വേറെയാണ്, ഇബാദത്ത് വേറെയാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും അള്ളാഹുവിലേക്ക് അടുക്കാനായി നമ്മോട് ചെയ്യാൻ പറഞ്ഞ കർമ്മങ്ങൾക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലുള്ള ഫർളും സുന്നത്തുമായി കിടക്കുന്ന കർമ്മങ്ങൾ, മനസ്സ വാച കർമ്മണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, അതാണ് ഇബാദത്ത്. ആദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഐഹിക ജീവിതത്തിൽ ജീവിക്കുന്ന വ്യക്തി സാധാരണഗതിയിൽ അവന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികൾ. അഥവാ വീടുണ്ടാക്കുന്നു, വാഹനം വാങ്ങുന്നു,
അവൻ പല ബിസിനസ്സും തുടങ്ങുന്നു, പല പ്രവർത്തനങ്ങളും ചെയ്യുന്നു. അതിന്റെ പേരാണ് ആദത്ത്. ആദത്തിന്റെ സവിശേഷത അത് മുഴുവനും അനുവദനീയമാണ് എന്നതാണ്. അതിന്റെ അടിസ്ഥാനം അനുവദനീയമായതാണ്. ആർക്ക് വേണമെങ്കിലും എന്ത് പുതിയതും തുടങ്ങാം, പുതിയ ബിസിനസ് തുടങ്ങാം, പുതിയ മോഡല് വീടുണ്ടാക്കാം. അവിടെ ഹറാമ് വരുന്നത് വിലക്കപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് പുതിയത് ചെയ്യാൻ. അത് ആദത്തിന്റെ വിഷയത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്ത് പുതിയതും ജീവിതത്തിൽ കൊണ്ട് നടക്കാം, അത് ആദത്താണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അല്ലാഹ് ഇടപെടും. ഇത് പാടില്ല, അത് പാടില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് ആരെങ്കിലും അത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ അവരോട് ചോദിക്കും, തെളിവുണ്ടോ നിന്റെ കയ്യിൽ? കാരണം ആദത്തിന്റെ സ്വഭാവം, അതിന്റെ അടിസ്ഥാനം അനുവദനീയമാണ് എന്നതാണ്. അത് ഹറാമാകണമെങ്കിൽ പ്രത്യേകം തെളിവ് വേണം. എന്നാൽ ഇബാദത്തിന്റെ കാര്യം അങ്ങനല്ല. ഇബാദത്തിന്റെ കാര്യം നേരെ മറിച്ചാണ്. ഇബാദത്തിന്റെ കാര്യം നേരെ മറിച്ചാണ്. പുതുതായി ഉണ്ടാക്കൽ ഹറാമാണ്, പുതുതായി ഉണ്ടാക്കൽ ബിദ്അത്താണ്. പുതുതായി ഉണ്ടാക്കിയാൽ നരകത്തിലേക്കാണ്. നിങ്ങൾക്ക് പുതിയത് ഉണ്ടാക്കണോ? മതത്തിൽ ഉണ്ടാക്കേണ്ട ജീവിതത്തിൽ ഉണ്ടാക്കിക്കോ. ഇപ്പൊ മതത്തിൽ പുതിയത് ഉണ്ടാക്കുന്ന ആളുകളോട് നിങ്ങൾ എന്താ പുതിയത് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോ റസൂലിന്റെ കാലത്ത് മൈക്ക് ഉണ്ടായിരുന്നോ, ഫോൺ ഉണ്ടായിരുന്നോ എന്നൊക്കെയാ ചോദിക്കുക. ഇതൊക്കെ ആദത്താണ് കൂട്ടരെ, ജീവിതത്തിലുള്ളതാണ്. അതൊക്കെ പുതിയത് ഉണ്ടാക്കാൻ അനുവാദം കിട്ടിയ സംഗതികളാണ്. ആദത്ത് വേറെ, ഇബാദത്ത് വേറെ. ഇബാദത്തിന്റെ അടിസ്ഥാനം പുതിയതുണ്ടാക്കാൻ പാടില്ല എന്നതാണ്. ഉള്ളത് മാത്രമേ ചെയ്യാവൂ എന്നതാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കാതെ ആദത്ത് പോലെ തന്നെ ഇബാദത്തുമാക്കിയെടുത്താൽ ഒരിക്കലും സിറാത്തുൽ മുസ്തഖീമിൽ നിൽക്കില്ല. സിറാത്തുൽ മുസ്തഖീമിൽ നിൽക്കണോ? അവിടെ സുന്നത്തനുസരിച്ച് ജീവിക്കണം, തൗഹീദ് അടിസ്ഥാനമാക്കണം. ആദർശ പിതാവ് ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ആദർശത്തിലേക്ക് പോകണം. അത് പ്രബോധനം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിലേക്കും സുന്നത്തിലേക്കും പോകണം. എങ്കിൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അതിനു വേണ്ടിയാണ് അടിക്കടി നമ്മൾ തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണ് സുന്നത്ത് മുറുകെ പിടിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ സംഘടന വളർത്താനോ ആളെ കൂട്ടാനോ അല്ല. മഹ്ശറയുണ്ട്, നരകമുണ്ട്. ഓരോ സമയത്തും ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബലിപെരുന്നാളിന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സൂറുവലയങ്ങളിൽ ഒരു പരിശോധന നടത്തിയാൽ മതി. എത്രയോ ആളുകൾ ഖബറിലാണ്, അവരവരുടെ മഹ്ശറയിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു പോക്ക് നമുക്കുണ്ട്. പോകുമ്പോൾ തൗഹീദോട് കൂടി പോകണം, സുന്നത്തോട് കൂടി പോകണം. എങ്കിൽ ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ആ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയിൽ മുന്നേറുക, ഇതിനു വേണ്ടി നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട ചില സംഗതികളുണ്ട്. അതിലൊന്ന് പഠനമാണ്. പഠിക്കണം, നന്മകൾ പഠിക്കണം. നമ്മൾ സ്വയം പഠിച്ചാൽ പോരാ, അത് ആളുകൾക്ക് പഠിപ്പിക്കണം. ഉള്ള കാര്യങ്ങൾ ജനങ്ങളോട് വക്രതയില്ലാതെ പറഞ്ഞു കൊടുക്കണം, ശരി പോലെ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ പഠനവും അധ്യാപനവും. മൂന്നാമത്തെ സംഗതി പ്രബോധനമാണ്. പ്രബോധനം ഒരുപക്ഷെ നമ്മുടെ അടുത്ത് പഠിക്കാൻ വരാത്ത ആളുകൾക്ക് കൂടി ആദർശമെത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്.
പ്രബോധന പരിപാടിയിൽ മുഴുകണം. അതുപോലെ പിന്നെ നമുക്ക് ദീനിന് വേണ്ടി ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി സേവനമാണ്. കഴിവിൻ്റെ പരമാവധി സേവനം ചെയ്യണം. വളരെ മഹത്തായ ഒരു ഇബാദത്താണ് സേവനം. ഇപ്പോ സൗദി അറേബ്യയിലെ രാജാവിൻ്റെ സവിശേഷത പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയാറുള്ളത് എന്താ? ഖാദിമുൽ ഹറമൈൻ. ഖാദിമുൽ ഹറമൈൻ, ഇരു ഹറമുകൾക്ക് സേവനം ചെയ്യുന്ന വ്യക്തി എന്ന്. അദ്ദേഹത്തിന്റെ സേവനം അതൊരു വലിയ സവിശേഷതയായിട്ട് പറയും. അതുപോലെ നമ്മുടെ മഹല്ലിൽ, നമ്മുടെ പ്രദേശത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ സഹകരണവും സേവനവും വളരെ അത്യാവശ്യമാണ്. ഇപ്രാവശ്യത്തെ ബലിയെ പറ്റിയൊക്കെ പറയുമ്പോൾ വളരെ കൂടുതലാണ് ബലിമൃഗങ്ങളൊക്കെ. അതൊക്കെ വലിയ ഉത്തരവാദിത്തമാണ്. കുട്ടികളാക്കുമെന്ന് പ്രായമുള്ളവർ വിചാരിക്കരുത്. പ്രായമുള്ളവരുണ്ടല്ലോ എന്ന് കുട്ടികൾ ഇവിടെ വിചാരിക്കാറില്ല. കുട്ടികൾ ആവശ്യമുണ്ട്, യുവാക്കൾ ആവശ്യമുണ്ട്, പ്രായമുള്ളവർ ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ ഷിയാറ അതൊരു ഉളുഹിയ്യത്തല്ലേ എന്ന് കരുതിയിട്ട് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കരുത്. മറിച്ച് അള്ളാഹുവിന്റെ ഷിയാറിനോട് നമുക്കൊരു ബോധമുണ്ടാകുന്നത് നമുക്ക് ക്വാളിറ്റി ഉണ്ടാകുന്ന സമയത്താണെന്നുള്ള ഖുർആനിൽ പറയുന്നുണ്ട്. നമുക്ക് നല്ല ക്വാളിറ്റി ഇസ്ലാമിലുണ്ടോ? അള്ളാന്റെ ഷിയാറിനോട്, ആ അടയാളങ്ങളോട് നമുക്കൊരു ബഹുമാനവും മതിപ്പൊക്കെ ഉണ്ടാകും. അപ്പോ ആ ബഹുമാനത്തിന്റെയും മതിപ്പിന്റെയും അടിസ്ഥാനത്തിൽ ഇതൊരു സാധാരണ അറവല്ല. ബലി പെരുന്നാളിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കർമാണ്. പെരുന്നാൾ നിസ്കാരത്തെക്കാൾ വലുതാണ്, അന്ന് നടക്കുന്ന ഖുതുബയേക്കാൾ വലുതാണ്, അന്ന് നടക്കുന്ന എന്തെല്ലാം സുന്നത്തുകളുണ്ടോ അതിലെല്ലാം വലുത് ഈ ബലിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും അതിലേതെങ്കിലും വിധേനെ ഞാനും കൂടി ഭാഗവാക്കാകുമെന്ന ഒരു നിയ്യത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ നിന്ന് പോകാവൂ. അതിന്റെ മാംസ വിതരണമടക്കം എല്ലാ മേഖലയും പരിപൂർണമായി പൂർത്തിയാകുന്നത് വരെ നമ്മുടെ പങ്കാളിത്തം അതിനുണ്ടാകണം. ആ രൂപത്തില് അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞതല്ലേ, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നമസ്കരിക്കുക, ബലിയറക്കുക. ആർക്ക്? അല്ലാഹുവിന് വേണ്ടി. നിസ്കരിക്കുമ്പോൾ നമ്മൾ പ്രതിജ്ഞ ചെയ്തതല്ലേ, ഇന്ന സ്വലാത്തി വനുസുകി, ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരവും എന്റെ മറ്റ് കർമ്മങ്ങളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബലിയും. നുസുക്ക് എന്ന വാക്കിന് ബലി എന്ന ഒരു പ്രത്യേക അർത്ഥം തന്നെ പണ്ഡിതന്മാര് പറഞ്ഞതായി കാണാൻ കഴിയും. അപ്പോൾ അതെല്ലാം അള്ളാഹുവിനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വളരെ വിലപ്പെട്ട സേവനം, അത്യാവശ്യമായ ഒരു രംഗമാണിത്. ഈ മഹല്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു പ്രയാസമുള്ള സംഗതിയുമല്ല. എല്ലാ വർഷവും വളരെ ഭംഗിയായി തന്നെ മഹല്ലിലെ നിവാസികൾ അത് നടത്താറുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരുപാട് ബലിമൃഗങ്ങളെ ദിവസങ്ങളായി ഇവിടെ തീറ്റിപ്പോറ്റുകയാണ് നമ്മുടെ യുവാക്കള്, നമ്മുടെ മക്കള്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകള്. അവർക്കെല്ലാം അതിമഹത്തായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും അവർക്കും അല്ലാഹു തആല ജീവിതത്തിൽ ഐശ്വര്യവും ബറക്കത്തും നൽകുമാറാകട്ടെ. എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ അപാകതകളെല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ടു തരുമാറാകട്ടെ. അള്ളാഹുവേ, നീ നൽകിയതിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. നീ വിധിച്ച എല്ലാവിധ ശർറുകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ സാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ അനുഗ്രഹിക്കണേ റഹ്മാനെ. കുടുംബസമേതം സ്വർഗത്തിൽ പോകുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ മരണപ്പെട്ടു പോയ പലരുമുണ്ട്. സുഹൃവലയങ്ങളില്, കുടുംബങ്ങളില് ദുആ വസിയ്യത്ത് ചെയ്തവരിൽ അല്ലാഹുവേ, അവരുടെ ഖബറിടം വിശാലമാക്കണേ റഹ്മാനെ. സ്വർഗത്തിന്റെ അഹിലുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മുസ്ലിമായി ജീവിക്കാനും ഈമാനോടെ മരണപ്പെടാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. തഖ്വ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.
അല്ലാഹുവേ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.